വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല. മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ പദ്ധതി ഗഗൻയാൻ എന്ന ചരിത്ര ദൗത്യത്തിന് അവർ തയ്യാറായി കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട പരിശീലനം, ലക്ഷ്യത്തിലേക്ക് ഏകാഗ്രത വിടാതെയുള്ള തയ്യാറെടുപ്പ്, ഒടുവിൽ ലോകത്തിനു മുന്നിൽ അവർ അവതരിച്ചു. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവരെ പരിചയപ്പെടുത്തിയത്. പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ സംഘത്തെ നയിക്കും. 2019 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയിലെ ഈ 4 ഫൈറ്റർ പൈലറ്റുമാർ റഷ്യയിലടക്കം പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ പരിശീലനം തുടരുന്ന സംഘത്തിൽ നിന്ന് 3 പേർ ഗഗൻയാനിലൂടെ ബഹിരാകാശത്തെത്തും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക വിക്ഷേപണ വാഹനം LVM-3. ഇതിനു മുൻപ് നിരവധി പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കണം. വോസ്റ്റേക്ക് 1 പേടകത്തിൽ 108 മിനിറ്റ് സഞ്ചരിച്ച യൂറി ഗഗാനിൻ എന്ന റഷ്യക്കാരൻ 1961 ഏപ്രിൽ 12 ബഹിരാകാശത്തെത്തുന്ന ആദ്യ മനുഷ്യനായി. 1984 റഷ്യയുമായുള്ള സംയുക്ത പദ്ധതിയുടെ ഭാഗമായി രാകേഷ് ശർമ്മ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി എന്ന നേട്ടവും സ്വന്തമാക്കി. സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന രാജ്യത്തിന്റെ വർഷങ്ങളായുള്ള പരിശ്രമമാണ് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്. 2025 സ്വപ്ന സാഫല്യത്തിനായി കാത്തിരിക്കാൻ മലയാളികൾക്ക് ഇനി ഒരു കാരണം കൂടിയുണ്ട്: പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ.